ഗൾഫ് രാജ്യങ്ങളിലുള്ള ഡെസേർട്ട് സഫാരി മാതൃകയിൽ പ്രത്യേക ടൂറിസം പാക്കേജ് പ്രഖ്യാപിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടനാട് പാതിരാമണൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ആവിഷ്കരിക്കുന്ന പാക്കേജിനായി പ്രത്യേക ബോട്ടുകൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവീകരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടി നാടിന് സമർപ്പിച്ചു. ടൂറിസം സാംസ്കാരിക വകുപ്പുകളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഡെസേർട്ട് സഫാരി മാതൃകയിൽ പ്രത്യേക ടൂറിസം പാക്കേജ് അന്യം നിന്നുപോകുന്ന കേരളത്തിലെ തനത് കലകൾ പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയായിരിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ഇതിനായി പ്രത്യേക ബോട്ടുകളും പുറത്തിറക്കും. ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെസേർട്ട് ഡ്രൈവ് ഒന്ന് കോപ്പി അടിക്കാൻ പോകാൻ സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പുമായി ചേർന്നുകൊണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറോട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു പാക്കേജ്. ഇപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് അങ്ങ് കയറിയാൽ രാവിലെ അങ്ങ് കയറി കഴിഞ്ഞാൽ ബോട്ടൊക്കെ കറങ്ങി ഈ പാക്കേജിന് ഭാഗത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കറങ്ങി വന്ന് ഈ പാതിരാമണലിൽ വന്ന് അവിടെ ടൂറിസത്തിൻ്റെയാണ് മരുഭൂമിക്ക് അയലും ആക്കിക്കൊണ്ട് കോപ്പി അടിക്കുന്നു എന്ന് പറയാം. നവീകരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയുടെയും ജലഗതാഗത വകുപ്പ് വാങ്ങിയ അത്യാധുനിക ബോട്ടുകളുടെയും സിൽക്ക് പുഷർ മെഷീന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. യഥാക്രമം 175 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന 2 കറ്റാമറൈൻ ബോട്ടുകളും 5 ഡിങ്കി ബോട്ടുകളുമാണ് ജലഗതാഗത വകുപ്പ് പുതുതായി വാങ്ങിയിട്ടുള്ളത്. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റേതാണ് തോടുകളിലെയും മറ്റും ചെളി നീക്കം ചെയ്യുന്നതിനുള്ള സിൽക്ക് പുഷർ മെഷീൻ. എറണാകുളം ബോട്ട് ജെട്ടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ടി.ജെ. വിനോദ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. എം.എൽ.എമാരായ കെ.ജി. മാക്സി, കെ.എൻ. ഉണ്ണികൃഷ്ണൻ, ദലീമ ജോജോ, കൊച്ചി കോർപ്പറേഷൻ മേയർ എം. അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.